ഞങ്ങൾ വരുന്നത് SCM എന്ന് പറഞ്ഞൊരു ടീമിന്റെ ഭാഗമായിട്ട് SCM എന്ന് പറഞ്ഞ സോഷ്യൽ എംപവർമെന്റ് മിഷൻ. അപ്പോൾ ഞങ്ങള് പിന്നെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ജാതിമത ഭേദമന്യേ നമ്മൾ ഒരു 1 lakh ആളുകൾക്ക് നമ്മളെ സേവനം എത്തിക്കുക എന്നുള്ളതാണ്, ട്രെയിനിങ്ങോ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ ഈ മാസം ഇപ്പോൾ പിന്നെ മുസ്ലിംസിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ മന്താണ്, അറിയില്ലേ, നബിദിനം അല്ലേ? കേട്ടിട്ടുണ്ടോ? നബി മുഹമ്മദ് നബി കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് കേട്ടത്? വെറുതെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, വെറുതെ പറഞ്ഞാൽ മതി. എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? ആളൊരു വിഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. വെറുതെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മൾ പൊതുവെ പിന്നെ വെറുതെ ആലോചിക്കും, അപ്പൊ ഈ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ യൂത്ത് ആണല്ലോ, നിങ്ങളല്ല, ഞാനടക്കം യൂത്താണ്, ഞാൻ ഇവിടെ ഇരിക്കാം, അതാണ് നല്ലത്. അപ്പൊ നമ്മള് യൂത്താണ്. അത് നമ്മളെ മുമ്പിലേക്ക് പ്രൊഫറ്റ് വന്നാൽ, പ്രൊഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയും, വന്നാല് എന്തെങ്കിലും ചോദിക്കണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാനുണ്ടാവും? പെട്ടെന്ന് നിങ്ങളുടെ ഒരു പ്രശ്നം പറയാം. അത് നമ്മൾ ജെൻസി ആണല്ലോ, നമ്മുടെ പ്രശ്നമോ അല്ലെങ്കിൽ നമുക്കുള്ള നമ്മളുടെ ഒരു കാര്യം പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് പറയാം. ആളൊരു വിഷണറി ലീഡർ ആണല്ലോ. അപ്പോൾ ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എ റെവല്യൂഷനിസ്റ്റ് എന്നൊക്കെ രീതിയിൽ നമുക്ക് എന്താണ് ആവശ്യപ്പെടേണ്ടത്? വെറുതെ നമ്മളതാണ് കോൺസെപ്റ്റ്. ഇവിടെ നോക്കിയാൽ നബി ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് കോൺസെപ്റ്റ്. ഉണ്ടായിരുന്നെങ്കിൽ എന്തേക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോ നമുക്ക് എന്ത് ചോദിക്കാണ്ടാവുന്നുള്ള, നമുക്കൊക്കെ പറയാൻ സാധനങ്ങൾ പറയാനുണ്ടല്ലോ. ഫാമിലിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയാൽ മതി. പിന്നെ മാക്സിമം യൂത്തിനെ ഈ ട്രോമയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മുടെ ട്രോമ എന്ന് പറയുമ്പോൾ ട്രോമ ഉണ്ടാവല്ലോ, അപ്പോ ഒന്ന് ഫിനാൻഷ്യൽ ട്രോമ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു വഴി എന്തൊക്കെയാണെന്ന് ചോദിക്കാം അല്ലേ? പിന്നെ എനിക്കോ തന്നെ ചോദിക്കണ്ട, ഫിനാൻഷ്യൽ ട്രോമ വലിയ പ്രശ്നം. എന്താ ചെയ്യണിപ്പോ? ഞാൻ ആക്ച്വലി ഒരു കോണ്ടന്റ് റൈറ്റർ ആണ്. അതെ, ബ്രാൻഡിങ് ഉണ്ട്, അക്കാദമിക് കോണ്ടന്റ് ഉണ്ട്. ഈ കോണ്ടന്റ് റൈറ്റിംഗിന്റെ ഭാഗമായിട്ട് കുറെ പുസ്തകമൊക്കെ വായിക്കലുണ്ടോ? എന്റെ പ്രൊഡക്റ്റ് വേറെ. ഞാൻ ആക്ച്വലി PG കഴിഞ്ഞത് MA ഭരതനാട്യത്തിലാണ്. നിങ്ങള് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഓ, അടിപൊളി. ഞങ്ങള് ഒരു ലേണിംഗ് ആപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഭരതനാട്യം, ആർട്സിനോടൊക്കെ ഉള്ള ഒരു പ്രൊഫറ്റിന്റെ സമീപനം എങ്ങനെയാന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ആർട്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹീലിംഗ് ആണ്. ലൈക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും. ഞാൻ യൂഷ്വലി വലിയൊരു ഡ്രോയിങ് എണീറ്റ് വന്നിടത്തിനാണ് ഞാൻ. ഓക്കെ, ഞാൻ എന്റെ കയ്യിലുള്ള കല ഉള്ളതിനെ കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, ആർട്സിന്റെ ആ ഒരു ഹീലിംഗ് പർപ്പസ് പോലെ തന്നെ നബിതങ്ങളുടെ ആ ഒരു പിന്നെ ലൈഫ് വായിക്കുമ്പോഴും അതിലൊരു ഹീലിംഗ് ഉണ്ട്. ആളുകളെ ഹീൽ ചെയ്യാനുള്ള ഒരു വലിയൊരു പർപ്പസ് ഉണ്ട്. അപ്പൊ ഇതിനോടൊക്കെ ഉള്ളൊരു പിന്നെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും ആലോചിച്ചിട്ടുണ്ട്? വെറുതെ നമ്മൾ തിങ്ക് ചെയ്താൽ മതി. നിങ്ങളത് പഠിച്ചോളൊന്നുമല്ലേ, നിങ്ങളുടെ തിങ്കിങ് നമുക്ക് വേണ്ടേ. ഏതെങ്കിലും ഒരു ആർട്ടായിട്ട് നമ്മൾ റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ അതിലുള്ള സർക്കിളിലുള്ള കൾച്ചറായിട്ട് നമ്മൾ റിലേറ്റഡ് ആകും. അതിലൂടെ ഒരു വ്യക്തിബോധം, ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവും. മറ്റേ ബിയോണ്ട് നമ്മൾ അതൊന്നും ഇല്ലാണ്ടൊക്കെ ആണെങ്കിൽ മനുഷ്യൻ എന്നുള്ളൊരു ഇത് മാറും. ഇപ്പൊ ഈ നബിയുടെ ഹിസ്റ്ററിയിലെ വെറുതെ നിങ്ങൾ പറഞ്ഞ ട്രോമ അല്ലേ, ഈ ഒരു ട്രോമ പോലെ തന്നെ നബി സ്വന്തം നാട്ടിൽ നിന്ന് പിന്നെ ആളുകൾ ഫുള്ള് റിജക്ട് ചെയ്തിട്ട് വേറെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങളെ പറ്റി പറഞ്ഞ ഫസ്റ്റ് മദീന എന്ന് പറഞ്ഞൊരു സ്ഥലമല്ലേ ഓർമ്മ വരാം? മദീനയിൽ പോകുന്നത് കേട്ടിട്ടുണ്ടോ? മദീന, മക്ക മദീനയൊക്കെ. മക്കയിലെ ജനിച്ചത്, മക്കന്ന് മദീനത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയതാ. മക്കാര് ഒരുപാട് കൂടിയിട്ട് ഒരുപാട് റിജക്ഷൻ, ഒരുപാട് പ്രശ്നം, കല്ലെറിയ, അതൊക്കെ ചെയ്തിട്ട് ഈ ഇതാണല്ലോ എന്താ പറയാ, പ്രൊപ്പഗേഷൻ ആണല്ലോ. അപ്പൊ ആ സമയത്ത് റിജക്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് മദീനത്ത് പോയതാണ്. അപ്പൊ പോകുന്ന സമയത്ത് ആളുകളൊക്കെ അന്നാണ് ഈ അവിടുത്തെ ഈ തോലിന്റെ ദഫ് എന്ന സംഗതി, ദഫ് ഉണ്ടല്ലോ, ദഫൊക്കെ മുട്ടിയിട്ട്, അപ്പൊ അതിനൊക്കെ നന്നായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു പ്രധാനപ്പെട്ട പെരുന്നാൾക്കൊക്കെയാന്ന് തോന്നുന്നത് ചെറിയ പെൺകുട്ടികൾ, 2 ചെറിയ പെൺകുട്ടികളൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ പെൺകുട്ടികളൊന്നും ദഫ് മുട്ടായിരുന്നു. അപ്പൊ അത് മുട്ടിനെ കാണുമ്പോൾ നബിതങ്ങൾ ഇങ്ങനെ എൻകറേജ് ചെയ്യാറ്, അവര് പാടട്ടെ ആടട്ടെ. ഈ ആർട്ടിനോടൊക്കെ ഉള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത് ആളുകളുടെ ഒരു സമയം കൊല്ലലാവുന്ന സമയമാകുമ്പോൾ അതൊരു വേസ്റ്റ് ആണ്. പക്ഷെ ഒരു പർപ്പസ് ഉണ്ടാകുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. ശാസ്ത്രത്തിൽ പറയുന്നത് ഇത് ക്രീഡ നീക്കം എന്നുള്ളൊരു ടേമാണ് അവിടെ ഉദ്ദേശിച്ചത്. അതെ, മനുഷ്യന്മാര് തമ്മില് അവർക്ക് യാതൊരു വിധ എൻഗേജ്മെന്റും ഇല്ല. സോ അവിടെ ക്രൈം ഉണ്ടാവുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായ ടൈമിലാണ് നമുക്ക് 4 വേദത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വന്നത്, ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു 5ാമത്തെ വേദത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെന്നാണ് നമ്മുടെ വിശ്വാസം. സോ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി ഒരു പൂർണ്ണമാവുന്നത് എന്തെങ്കിലും ഒരു ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ശരിയാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് ഈസ് ആൻ ആർട്ട്. അതെ, ഒരു വലിയ മനുഷ്യന്റെ ലൈഫ് ഇന്നക്കാല ഡാൻസ് ഒന്നുമില്ല. ആളുടെ ഉള്ളിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ വെറുതെ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ടൈറ്റ്നസ് എന്ന് പറയുന്നത് എന്റെ ഒരു കല തന്നെയാണ്. സ്ട്രെസ് എടുത്തിരിക്കാറൊരു കലയാണോ?
നിങ്ങളുടെ പേരെന്തേലും? ശരത്ത്. വായിക്കാറുണ്ടോ ഈ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെ എങ്ങനെയെങ്കിലും? ഫ്രണ്ട് സർക്കിളൊക്കെ അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാണ്ടോ? ഒരാൾ വന്നെന്ന് വിചാരിച്ചു പെട്ടെന്ന് മുമ്പിൽ വന്നാൽ എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും പറയണ്ട, ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ, സന്തോഷം.